പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ പ്രഖ്യാപിച്ചു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം 27 വൈകിട്ട് റോട്ടറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025-2026 വർഷത്തേക്കുള്ള പെരിന്തൽമണ്ണ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ജൂൺ 27 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സ്ഥാനമേൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ എം വി മോഹൻദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ കാസിം കൊളക്കാടനാണ് നിയുക്ത പ്രസിഡന്റ്. വി പ്രസാദാണ് നിയുക്ത സെക്രട്ടറി. 1988 അഡ്വക്കേറ്റ് ടി പി അബുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് 37 വർഷത്തിനിടെ നിരവധി സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. 1988 സ്ഥാപിതമായ പ്രസ്ഥാനം ഈ റോട്ടറി മൂവ്മെന്റ് ശരിക്കും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പെരിന്തൽമണ്ണയുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലബ്ബ് ഒരു NGO എന്ന നിലയിൽ വലിയ അവകാശവാദങ്ങളല്ല പറയുന്നത്, എന്നാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് റോട്ടറിയുടെ ഒരു മുഖമുദ്രയാണ്. പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് അത് നന്നായി നിർവഹിച്ചിട്ടുണ്ട്. 1988 പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറി നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പോളിയോ നിർമ്മാർജ്ജനം, സൗജന്യ സ്ഥാനാർബുദ നിർണയം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ക്യാൻസർ നിർണയം, വൈകല്യ നിവാരണ ശസ്ത്രക്രിയകൾ, ഏർലി ഇന്റർവെൻഷൻ സെന്റർ, ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം, രോഗപ്രതിരോധ ബോധവൽക്കരണം, പരിസ്ഥിതി ജലസംരക്ഷണം, വിദ്യാലയങ്ങളിലെ പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ വിവിധ പദ്ധതികൾ ഇതിനകം റോട്ടറി ക്ലബ്ബ് നടപ്പാക്കി. പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് നടപ്പാക്കുന്ന പുതിയ പദ്ധതികളും വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. നഗരസഭയുമായി സഹകരിച്ച് വിവിധയിടങ്ങളിൽ ബ്യൂട്ടി സ്പോട്ടുകൾ നിർമ്മിക്കും. ഈ പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് റോഡിലെ ജൂബിലി ജംഗ്ഷൻ ട്രാഫിക് റൗണ്ട് നവീകരണം. ജൂബിലി ജംഗ്ഷനിലെ ഒരു ട്രാഫിക് ഐലൻഡ് നവീകരിച്ച് മനോഹരമാക്കുന്ന ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്ന ഒരു പദ്ധതി, അതാണ് നമ്മളൊരു സിഗ്നേച്ചർ പ്രോജക്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഈ വർഷം അത് കംപ്ലീറ്റ് ചെയ്യും. അതിൽ ചെറിയ തടസ്സം എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പണി ആരംഭിച്ചത്. അതൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ കമ്പനീയമായി ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് 100% അവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലഹരിക്കെതിരെ സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. 50 യുവതി യുവാക്കൾക്ക് നൈപുണ്യ വികസന പരിശീലനം, ഗ്രാമീണ മേഖലയിൽ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പുകൾ, ആരോഗ്യം, പരിസ്ഥിതി, സോഫ്റ്റ് സ്കിൽ പരിശീലനം തുടങ്ങിയ പദ്ധതികൾ റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പുതിയ പദ്ധതികളാണ്. നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ കാസിം കൊളക്കാടൻ, സെക്രട്ടറി വി പ്രസാദ്, പ്രോഗ്രാം കോർഡിനേറ്റർ PR നരേന്ദ്രദേവ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഷീദ് ഊത്തക്കാടൻ, ലിയാഖത്ത് അലി ഖാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.